നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു കേസ് വന്നിരിക്കുന്നു. അതായത് നരവനയുടെ പുസ്തകത്തിലെ ചില ഭാഗങ്ങളൊക്കെ വായിച്ചുകൊണ്ട് വലിയ ബഹളമൊക്കെ പാർലമെന്റ് നടത്തിയതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒഫീഷ്യൽ സീക്രട്ടാണ്, അത് പുറത്തു പറയാൻ പാടില്ല, അത് രാഹുൽ ഗാന്ധി ലംഘിച്ചു എന്നാണ്. ആ കേസ് നിൽക്കുമോ? കേസ് നിൽക്കും. ഈ കേസ് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ ആണ് കൊടുത്തിരിക്കുന്നത്. കേസ് കൊടുത്തിരിക്കുന്നത് വിഘ്നേഷ് ശിശിർ, കർണാടകയിലെ BJP പ്രവർത്തകനാണ് വിഘ്നേഷ് ശിശിർ. വിഘ്നേഷ് ശിശിറാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ ആ പൗരത്വ കേസില്ലേ, ബ്രിട്ടീഷ് പൗരനാണെന്ന് പറയുന്നത്. കുറെ കാലമായിട്ട് ആ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് വിഘ്നേഷ് ശിശിർ. ആ കേസ് ഇപ്പോഴും നടക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് ആ പൗരത്വ കേസ്. ഇപ്പോൾ 8-ാം തീയതിയാണ് പാർലമെന്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വിഘ്നേഷ് ശിശിർ കേസ് കൊടുത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി, പെൻഗ്വിൻ റാൻഡം ഹൗസ് പ്രസാധകര് ഈ പുസ്തകത്തിന്റെ MM നരവനെ, നേരത്തെ പട്ടാള മേധാവിയായിരുന്നു, MM നരവനെ എഴുതിയ 4 Stars of Destiny എന്ന് പറഞ്ഞ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല. പക്ഷെ ആ പുസ്തകത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി വായിക്കുകയാണല്ലോ ചെയ്തത്. കുറെ ഭാഗങ്ങൾ പുസ്തകങ്ങൾ ഉയർത്തി കാണിക്കുകയും ചെയ്തു. പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങൾ. അപ്പോൾ ഈ 4-ാം തീയതി, ഫെബ്രുവരി 4-ാം തീയതിയാണ് കുറ്റകൃത്യം നടന്നത്. പാർലമെന്റ് മന്ദിരത്തിലാണ് കുറ്റകൃത്യം നടന്നത്. ഈ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട്, ഔദ്യോഗിക രഹസ്യ നിയമം, രാഹുൽ ഗാന്ധി, പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇവര് പിന്നെ വേറെ ചിലരും ലംഘിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവര് ഒഫീഷ്യൽ സീക്രട്സ് ലംഘിച്ചു, 2 ക്ലാസിഫൈഡ് മിലിറ്ററി സീക്രട്സ് വായിച്ചു. സൈനിക രഹസ്യങ്ങൾ ഇല്ലേ, എന്നും രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ഈ സൈനിക കാര്യങ്ങൾ ഇവര് വായിച്ചു. അതുകൊണ്ട് FIR ഇട്ട് രാഹുൽ ഗാന്ധിക്കും പെൻഗ്വിൻ റാൻഡം ഹൗസിനുമെതിരെ കേസെടുത്ത് അന്വേഷിക്കണം, കോടതിയിൽ ഇവരെ കയറ്റണം എന്ന് പറഞ്ഞാണ് പരാതി. ഇത് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് 1923, ഒഫീഷ്യൽ സീക്രട്സ് ആക്ടിലെ വകുപ്പുകൾ 3, 5, 6, 9. പിന്നെ BNSന്റെ 2023 BNSലെ ഭാരതീയ ന്യായ സംഹിത, അതിലെ സെക്ഷൻ 61, 147, 148, 152, 197, 353. അപ്പൊ ഇതൊക്കെ, ഈ വകുപ്പുകളൊക്കെ അനുസരിച്ച് വലിയ കുറ്റം, ഗുരുതരമായ കുറ്റമാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. ദേശീയ സുരക്ഷാ രഹസ്യങ്ങളാണല്ലോ പുറത്തുവിട്ടിരിക്കുന്നത്, അതാണ് കേസ്. അപ്പോൾ ഇതിന്റെ കോപ്പി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത ആ പരാതി, അതിന്റെ കോപ്പി ഡൽഹി പോലീസ് കമ്മീഷണർക്കും ഡെപ്യൂട്ടി കമ്മീഷണർക്കും ഈ വിഘ്നേഷ് ശിശിർ കൊടുത്തിട്ടുണ്ട്, രാഹുൽ ഗാന്ധിക്കും മറ്റേ കേസുമൊക്കെ. അപ്പോ രാഹുൽ ഗാന്ധി ഇതിൻ്റെ അകത്ത് ഇത് അങ്ങനെ തന്നെ വായിച്ചല്ലോ. MM നരവനെ പറഞ്ഞിരിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഒരു മണ്ടത്തരം പറഞ്ഞിരുന്നു. ഗാൽവാനിൽ നടന്ന സംഭവമാണ് ഈ നരവനെ പുസ്തകത്തിൽ വിവരിച്ചത് എന്ന്. ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ 4 ചൈനീസ് ടാങ്കുകളുടെ സംഭവം, അത് നടന്നത് ഈ ഗാൽവാനിൽ അല്ലായിരുന്നു. അത് നടന്നത്, രാഹുൽ ഗാന്ധി പോഴനാണല്ലോ, അത് നടന്നത് കിഴക്കൻ ലഡാക്കിലെ റെച്ചിൻല, അവിടെയാണ് ഇത് നടന്നത്. ഗാൽവാൻ സംഭവം വേറെ, ഗാൽവാൻ സംഭവം രണ്ടും രണ്ടാണ്. അത് 20 ഇന്ത്യൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ട സംഭവമാണ് ഗാൽവാൻ. ആയുധങ്ങളില്ലാതെ 2 സംഘവും, ചൈനീസ് സംഘവും ഇന്ത്യൻ സംഘവും തമ്മിൽ മൽപ്പിടുത്തം നടത്തി. അങ്ങനെ ആ സംഭവമാണത്. കാരണം ആയുധങ്ങൾ കരുതാൻ പാടില്ല എന്ന് 2 ഭാഗവും വ്യവസ്ഥ ചെയ്തിരുന്നു കോൺഗ്രസ് ഭരണകാലത്താണ് ആ വ്യവസ്ഥ ഉണ്ടാക്കിയത്. ചൈനയുമായിട്ട് ആയുധങ്ങൾ കൊണ്ടു നടക്കരുത്, അങ്ങനെയാണ് മൽപ്പിടുത്തം വേണ്ടി വന്നത്. അതാണ് ഗാൽവാൻ. ഈ സംഭവം ഗാൽവാൻ എന്ന് പാർലമെന്റ് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് പോഴത്തമാണ്.
അത് സംഭവിച്ചത് റെച്ചിൻലായിൽ ആയിരുന്നു. അപ്പോൾ അത് ഈ ഡോക്ലാമിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെയായി റെച്ചിൻ ല എന്ന് പറയുന്നത്. ഡോക്ലാമിൽ നിന്ന് ലഡാക്കിലെ ഈ റസാംഗ്ല ചുരത്തിൽ നിന്ന് 30 കിലോമീറ്ററാണ് ഉള്ളത്. ഗാൽവാനും ഈ റെച്ചിൻ ലായും തമ്മിൽ 150 കിലോമീറ്റർ ദൂരമുണ്ട്. ഗാൽവാനല്ല, റെച്ചിൻ ല, അത് 150 കിലോമീറ്റർ ദൂരെയുള്ള വേറൊരു സ്ഥലമാണ്. അത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലാണ് രണ്ടും. അപ്പോൾ 2020 ഓഗസ്റ്റ് 31 ആണ് സംഭവം നടന്നത് ആയിട്ട് നരവനെ പറയുന്നതായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇതിനെതിരെയാണല്ലോ ഇപ്പൊ കേസ് വരുന്നത്. 4 ചൈനീസ് ടാങ്കുകൾ PLA, പീപ്പിൾസ് ലിബറേഷൻ ആർമി, അവരുടെ പട്ടാളം, ചൈനയുടെ പട്ടാളത്തിന്റെ 4 ടാങ്കുകൾ അവരുടെ കാലാൾപ്പടയ്ക്കൊപ്പം കൈലാസ് റേഞ്ചിലെ ഇന്ത്യൻ സേനയ്ക്ക് നേർക്ക് വന്നു എന്നുള്ളതാണ്. ആ ഭാഗമാണ് വിവരിച്ചിരിക്കുന്നത്. കൈലാസ് റേഞ്ചിൽ ഇന്ത്യൻ പൊസിഷന്റെ 100 മീറ്ററിന്റെ ഒക്കെ ഉള്ളിൽ ഇത് വന്നു എന്നുള്ളതാണ്. അപ്പൊ ലഫ്റ്റനന്റ് ജനറൽ YK ജോഷി, നോർത്തേൺ കമാൻഡിന്റെ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ YK ജോഷി രാത്രി 8:15 നരവണയെ വിളിക്കുന്നു, പട്ടാള മേധാവിയെ വിളിച്ചിട്ട് ഇങ്ങനെ 4 ടാങ്ക് ചൈനയുടെ വന്നിരിക്കുന്നു. അപ്പൊ ജോഷി നമുക്ക് മീഡിയം പീരങ്കി ഇതിനെതിരെ ഉപയോഗിച്ചുകൂടെ എന്ന് നരവണയോട് ചോദിക്കുന്നു. നരവണെ അത് വേണ്ട എന്ന് അങ്ങോട്ട് നിർദ്ദേശിക്കുക. അത് ഇങ്ങോട്ട് ടാങ്ക് വന്നു. അവിടുത്തെ നോർത്തേൺ കമാൻഡ് മേധാവി ചോദിച്ചു, സർ ഞങ്ങള് പീരങ്കി വെച്ചോട്ടെ, അത് വേണ്ട എന്ന് ഇയാൾ തീരുമാനിച്ചിട്ട് ഇന്ത്യൻ ടാങ്കുകൾ അതിനെതിരെ നിലയുറപ്പിക്കുക എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവരുടെ ടാങ്ക് മുമ്പോട്ട് വരുന്നത് നിന്നു, ചൈനീസ് ടാങ്കുകൾ. അപ്പോ ഇത് രാജ്നാഥ് സിംഗിനെ കൺസൾട്ട് ചെയ്യുന്നു നരവനെ. രാജ്നാഥ് സിംഗ് 2 മണിക്കൂറിന് ശേഷം ജോ ഉചിത് സമച്ചോ വോ കരോ എന്ന് പറഞ്ഞു. ഇതിനി തെരഞ്ഞെടുപ്പിൽ മുദ്രാവാക്യമാക്കുന്നൊക്കെയാണ് ഈ രാഹുൽ ഗാന്ധിയും കൂട്ടരും പറയുന്നതേ. ജോ ഉചിത് സമച്ചോ വോ കരോ എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞതായിട്ട് നരവണെ ഈ പുസ്തകത്തിൽ എഴുതിയതായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു. അതിനെതിരെയാണല്ലോ ഇപ്പൊ കേസ്, ഒഫീഷ്യൽ സീക്രട്ട് അല്ലേ. ഇനി ആ വാചകം എടുക്കാം. ഉചിതമായത് എന്താണെന്ന് തോന്നുന്നുവോ അത് ചെയ്യുന്നതാണല്ലോ. എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് ചെക്ക് അല്ലേ. നിങ്ങൾ പട്ടാളക്കാരനല്ലേ, എന്ത് വേണമെങ്കിലും ചെയ്തു എന്നുള്ള ബ്ലാങ്ക് ചെക്ക് അല്ലേ. അത്ര വിശ്വാസമുള്ളതുകൊണ്ടല്ലേ അങ്ങനെ പറയാം. എന്നിട്ട് ഇയാളൊന്നും ചെയ്തില്ല. അപ്പൊ അവസരം പിന്നെ ബിപിൻ റാവത്തിന് പകരം ഇയാളെ സംയുക്ത സേനാ മേധാവി ആക്കാതിരുന്നത്. അതായത് ഒരു സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് ഇയാൾ തന്നെ തെളിയിച്ചു കൊടുക്കും, കഴിവുകേട് തെളിയിച്ചു. അതാണ് ആ പുസ്തകത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ബാക്കി ആ പുസ്തകത്തിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ പൊക്കി കാണിച്ചല്ലോ. അപ്പോ ഈ റിപ്പബ്ലിക് ദിനത്തില് ഷീ ജിൻപിങ് നമ്മുടെ രാഷ്ട്രപതി മുർമുവിനൊരു കത്ത് അയച്ചിരുന്നല്ലോ, അസാധാരണമായ ഒരു കത്ത്. റിപ്പബ്ലിക് ദിനത്തില് സൗഹൃദം, അസാമാന്യമായ സൗഹൃദം, ഡ്രാഗണ് മാനയും നൃത്തം ചെയ്യുന്ന കാലം വരണം എന്നല്ലേ പറഞ്ഞിരുന്നത് അതിൻ്റെ അകത്ത്. പക്ഷെ ആ നൃത്തം അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു ഈ രാഹുൽ ഗാന്ധിയുടെയൊക്കെ ലക്ഷ്യം. ഇങ്ങനെ ചൈനയും ഇന്ത്യയും തമ്മിലേ വീണ്ടും സമരം നടത്തണം, പോരാട്ടം നടത്തണം എന്നുള്ളതാണല്ലോ ലക്ഷ്യം. സൗഹൃദം ഉണ്ടാകരുത് എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പോൾ സർക്കാർ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയുമ്പോൾ മോദി സർക്കാർ ചൈനക്കെതിരെ എന്തെങ്കിലും പറയണം, ഈ സൗഹൃദം കുളമാവണം. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ മുതലാളി നിശ്ചയിച്ചിരിക്കുന്നത്. അതനുസരിച്ചിട്ടായിരുന്നു ഈ പെരുമാറ്റം. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് വേണ്ടി കളിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി എന്നർത്ഥം. അപ്പൊ ഇതിനു മുമ്പ് ബ്രിഗേഡിയർ JP ഡാൽവിയുടെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറഞ്ഞൊരു പുസ്തകം 1962 യുദ്ധത്തിൽ നെഹ്റു കാണിച്ച് അബദ്ധങ്ങളും പോഴത്തങ്ങളും ഉണ്ടല്ലോ, ഇങ്ങനെ മുത്തച്ഛനല്ലേ, അത് കോൺഗ്രസ് സർക്കാർ നിരോധിച്ചിരുന്നു. സിനിജി, ഞാൻ വേറെ
VK ശർമ്മയുടെ പുസ്തകം നിരോധിച്ചത് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, റോയുടെ റോയെ പറ്റി എഴുതിയ ബുക്കം, VK സിംഗിന്റെ. ബ്രിഗേഡിയർ JP ഡാൽവി എഴുതിയ ഹിമാലയൻ ബ്ലണ്ടർ 1962 യുദ്ധത്തിനെ പറ്റി എഴുതിയ പുസ്തകം അന്നത്തെ കോൺഗ്രസ് സർക്കാർ നിരോധിച്ചിരുന്നു. ഇതുപോലുള്ള രഹസ്യങ്ങളാണ് പുറത്തു പോകാൻ പാടില്ല, ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് നിരോധിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സാക്ഷാൽ ബർട്രൻ റസൽ ആ യുദ്ധത്തിനെ പറ്റി എഴുതിയിട്ടുള്ള അൺആംഡ് വിക്ടറി അതും നിരോധിച്ചു ഇന്ത്യ സർക്കാർ. ബർട്രൻ റസലിന്റെ നെവിൽ മാക്സ്വെൽ എഴുതിയ ഇന്ത്യ ചൈന വാർ അത് ഞാൻ വായിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അതിനെതിരെയും നെഹ്റു സർക്കാർ നീങ്ങിയിരുന്നു, കുറെ രഹസ്യങ്ങൾ അതിലുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാല് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് അനുസരിച്ചിട്ടാണല്ലോ CBI VK സിംഗിന്റെ പുസ്തകത്തിനെതിരെയും കേസെടുത്തത്. അപ്പോൾ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് ലംഘിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. അതാണ് കേസ്. അത് ഗുരുതരമായ കേസാണ്. രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത് ദേശീയ സുരക്ഷാ ഭീഷണി ഉയർത്തിരിക്കുകയാണ്, ദേശവിരുദ്ധമായ പ്രവൃത്തിയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് ലംഘിച്ചു എന്ന് മാത്രമല്ല, ദേശവിരുദ്ധമായ പ്രവൃത്തിയും ചെയ്തിരിക്കുന്നു. അതാണ് ഒഫീഷ്യൽ സീക്രട്സ് ആക്ടിലെ വകുപ്പ് മാത്രമല്ലല്ലോ, BNSലെ വകുപ്പുകളും കൂടി നമ്മൾ വായിച്ചല്ലോ. അപ്പൊ ദേശവിരുദ്ധതയും ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് ലംഘനവും ഇത് രണ്ടും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിന് എതിരെ അപ്പൊ ഇനി FIR വരും ഇനിയുള്ള ദിവസങ്ങളിൽ. അതാണ് സംഭവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.